ഏകീകൃത രീതിയിലുള്ള വിശുദ്ധ കുർബാനയർപ്പണം സീറോ മലബാർ സഭ മുഴുവനിലും മാറ്റമില്ലാതെ തുടരുന്നതാണ്. എന്നാൽ ഏകീകൃത രീതിയിൽ വിശുദ്ധ കുർബാന എല്ലാ ദിവസവും അർപ്പിക്കാൻ പ്രതിസന്ധികളുള്ള എറണാകുളം അങ്കമാലി അതിരൂപതയിലെ ഇടവക ദേവാലയങ്ങളിൽ 2024 ജൂൺ 14-19 തീയതികളിൽ ചേർന്ന സിനഡ് അംഗീകരിച്ചതും ജൂൺ 21 പ്രസിദ്ധീകരിച്ചതുമായ സിനഡാനന്തര സർക്കുലറിലും ജൂലൈ 1 നൽകിയ വിശദീകരണ കുറിപ്പിലും അറിയിച്ചിരുന്നതുമായ നിർദ്ദേശം പാലിക്കേണ്ടതാണ്. ഞായറാഴ്ചകളിലും കടമുള്ള മറ്റു ദിവസങ്ങളിലും ഏകീകൃത രീതിയിൽ ഒരു വിശുദ്ധ കുർബാന അതിരൂപതയിലെ എല്ലാ ഇടവക ദേവാലയങ്ങളിലും അർപ്പിക്കേണ്ടതാണ്. ഈ ക്രമീകരണം ദുഃഖ്രാന തിരുനാൾ മുതൽ ആരംഭിക്കണം. ഇപ്രകാരം ഏകീകൃത രീതിയിലുള്ള വിശുദ്ധ കുർബാന രാവിലെ 5:30 10:30 ഇടയിലോ വൈകുന്നേരം 3:30 6 ഇടയിലോ ആരംഭിക്കുന്ന രീതിയിൽ അർപ്പിക്കേണ്ടതാണ്. ഞായറാഴ്ചകളിൽ ഒരു കുർബാന മാത്രമുള്ള പള്ളികളിൽ രണ്ടാമതൊരു കുർബാനയായിട്ടോ ഒന്നിടവിട്ട ഞായറാഴ്ചകളിലെ കുർബാനയായിട്ടോ ഏകീകൃത രീതിയിൽ വിശുദ്ധ കുർബാന അർപ്പിക്കേണ്ടതാണ്. വിശുദ്ധ കുർബാനയർപ്പണവുമായി ബന്ധപ്പെട്ട് സിവിൽ കേസുകൾ നിലനിൽക്കുന്ന ഇടവകകൾ ഉൾപ്പെടെ ഈ നിർദ്ദേശം പാലിക്കേണ്ടതാണ്. ഇപ്രകാരം ഒരു കുർബാന ഏകീകൃത രീതിയിൽ അർപ്പിക്കുന്ന എറണാകുളം അങ്കമാലി അതിരൂപതയുടെ ഇടവകകളിൽ പള്ളികളിൽ മാത്രം സിനഡ് ഈ വിഷയത്തിൽ തീരുമാനമെടുക്കുന്ന സമയം വരെ നിലവിലുള്ള കുർബാന ക്രമം സാധുവായി തുടരാവുന്നതും ഞായറാഴ്ച കടത്തിന് പരിഹാരമാകുന്നതുമാണ്. ഏകീകൃത കുർബാനയർപ്പണ രീതിയെ സംബന്ധിച്ച് മേൽപ്പറഞ്ഞ ക്രമീകരണത്തിൽ സിനഡ് മാറ്റം വരുത്തുന്നതിനു മുമ്പ് സിനഡാത്മക സഭയുടെ ചൈതന്യത്തിൽ അതിരൂപതയിലെ കാനോനിക സമിതികളുമായി ആലോചന നടത്തുന്നതാണ്. എല്ലാ പള്ളികളിലും എല്ലാ കുർബാനകളിലും വിശുദ്ധ കുർബാനയുടെ തക്സയിൽ നിർദ്ദേശിച്ചിരിക്കുന്നത് പോലെ വചനവേദി ഉപയോഗിക്കേണ്ടതാണ്. നിലവിലെ സാഹചര്യത്തിൽ മേജർ ആർച്ച് ബിഷപ്പും അതിരൂപതയ്ക്ക് വേണ്ടിയുള്ള മേജർ ആർച്ച് ബിഷപ്പിന്റെ വികാരിയും അതിരൂപതയിലെ പള്ളികൾ സന്ദർശിക്കുമ്പോൾ ഏകീകൃത രീതിയിലാണ് വിശുദ്ധ കുർബാനയർപ്പിക്കുന്നത്. കുടുംബാംഗങ്ങളുടെയും ബന്ധുക്കളുടെയും ആത്മീയ ആവശ്യങ്ങൾക്കായി അതിരൂപതയിലെ ഇടവകകളിലെത്തുന്ന സഭയിലെ മറ്റു മെത്രാന്മാർക്കും ഏകീകൃത രീതിയിൽ വിശുദ്ധ കുർബാനയർപ്പിക്കുന്നതിന് സാഹചര്യം ഒരുക്കേണ്ടതാണ്. ഏകീകൃത രീതിയിൽ വിശുദ്ധ കുർബാനയർപ്പിക്കാനുള്ള സത്യവാങ്മൂലം സമർപ്പിച്ചിട്ടുള്ള നവവൈദികർ ഏകീകൃത രീതിയിൽ തന്നെ വിശുദ്ധ കുർബാനയർപ്പിക്കാൻ കടപ്പെട്ടവരാണെങ്കിലും അജപാലനപരമായ ആവശ്യങ്ങൾ പരിഗണിച്ച് ഈ കടമയിൽ നിന്ന് കാനൻ നിയമം അനുവദിക്കുന്ന പ്രകാരം ഒഴിവ് നൽകുക എന്നത് അതിരൂപത അധ്യക്ഷനായ മേജർ ആർച്ച് ബിഷപ്പിന്റെ വിവേചനാധികാരമാണ്. തങ്ങൾ ശുശ്രൂഷ ചെയ്യുന്ന ഇടവകകളിലെ അജപാലന സാഹചര്യം ആവശ്യപ്പെടുന്നെങ്കിൽ പ്രസ്തുത സാഹചര്യത്തിൽ നവവൈദികർ രേഖാമൂലം സമർപ്പിക്കുന്ന അപേക്ഷ അതിരൂപത അധ്യക്ഷൻ വിലയിരുത്തിയായിരിക്കും അനുവാദം നൽകുന്നത്. നിലവിൽ അച്ചടക്ക നടപടികൾക്ക് വിധേയരായ വൈദികരുടെ വിഷയങ്ങൾ കാനോനിക നിയമ സാധ്യതകളുടെ വെളിച്ചത്തിൽ രമ്യമായി പരിഹരിക്കുന്നതാണ്. മേൽപ്പറഞ്ഞ ധാരണ പ്രയോഗത്തിൽ വരുന്നതുവരെ കുർബാനയർപ്പണ രീതിയുമായി ബന്ധപ്പെട്ട തർക്കങ്ങൾക്ക് സഭാത്മകമായ പരിഹാരം കൈവരുന്നതിനാൽ സിവിൽ കോടതികളിൽ നിലനിൽക്കുന്ന വ്യവഹാരങ്ങൾ തീർക്കാൻ ഉപകരിക്കുന്ന വിധത്തിലുള്ള സത്യവാങ്മൂലം അതിരൂപത നേതൃത്വം നൽകുന്നതാണ്. ഏകീകൃത രീതിയിൽ മാത്രം ഇപ്പോൾ വിശുദ്ധ കുർബാന അർപ്പിച്ചുകൊണ്ടിരിക്കുന്ന പള്ളികളിൽ പ്രസ്തുത ക്രമം മാറ്റമില്ലാതെ തുടരുന്നതാണ്.